ആരും നമ്മളോട് മൈൻഡ് ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ? തോന്നണേയിരിക്കും. അതേന്നേ, ഒരു കണ്ടിട്ടേ ഒരു ബഹുമാനം ഇല്ലാത്ത പോലെ ആൾക്കാർക്ക്. ആ പണിയെടുക്കണവനെ കണ്ട, നമ്മളെ കണ്ടിട്ട് കണ്ട പാവം വെക്കണ്ട. അത് ശരിയാണല്ലോ, നമുക്ക് വട്ടം കയറിക്കാം, അവനൊരു പാഠം പഠിപ്പിക്കണം. എന്താണ് കാണിക്കുന്നത്? എന്താണ് കാണിക്കുന്നത്? എന്തോന്നാണ് ഈ കാണിക്കണെന്നോ? ബാക്കിയുള്ളവന് പണിയെടുക്കണ്ടേ? ഇതാണോ പണി? അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ പണിയെടുക്കാൻ തനിക്കാരും ലൈസൻസ് തന്നെ? അപകടോ? പിന്നല്ലാതെ താനിത് മുന്നോട്ട് നോക്കി കുത്തും, ബാക്കിലേക്ക് വലിക്കും. ബാക്കിൽ ആരെങ്കിലും നിൽക്കണ്ടെന്ന് താൻ കാണണ്ട. അത് ഞാനെങ്ങനെ നോക്കും? എനിക്ക് പിന്നിൽ കണ്ടണ്ട. അതാണ് പറഞ്ഞത്, കണ്ണില്ലാത്തവൻ പിന്നിലേക്ക് വലിക്കാൻ നിൽക്കരുത്. ഓരോ കുത്തിനും ഈ തൂമ്പ എത്ര മീറ്റർ ബാക്കിലേക്ക് പോകുന്നുണ്ടെന്ന് തനിക്ക് വല്ല മെഷർമെന്റ് ഉണ്ടാ? ഒന്ന് പോടോ. പിന്നെ ഈ തൂമ്പളക്കണല്ലേ മെഷർമെന്റ്? മെഷർമെന്റ് വേണം. മെഷർമെന്റ് ഇല്ലാതെ ഈ നാട്ടിൽ പണിയെടുക്കാൻ ഞങ്ങളുള്ളപ്പോ നടക്കൂല. അതിന് നിങ്ങളാരാണ്? ഞങ്ങളറിയില്ലേ? ഞങ്ങളറിയാതെ താൻ ഈ നാട്ടിൽ പണിയെടുക്കണേ. അങ്ങനെ ഞങ്ങളറിയാത്തവരാരും ഇവിടെ വലിയ പണിയെടുക്കണ്ട. അതാരായാലും ഞങ്ങൾ തടയും. വണ്ടി ഓടിച്ച് വരുന്നവരായാലും ഞങ്ങൾ വണ്ടിക്ക് വട്ടുവിട്ട് തടയും. മോനെ, എൻ്റെ പൊന്നു ചേട്ടന്മാരെ, കുടുംബം കഴിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പെടാപ്പാട് പെടാൻ വന്നത്. അതിനിടയ്ക്ക് നിങ്ങളെ മൈൻഡ് ചെയ്യാനും ബഹുമാനിക്കാനൊന്നും ഇവിടെ നേരം കിട്ടുള്ളൂ. നിങ്ങൾക്കിവിടെ പണി നോക്കിപ്പോ. വാടാ, നമ്മളാരാന്ന് ഇയാളെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ശരിയടാ, വാ. ഇതെന്താണോ? ഇടതുവശത്തേക്കാണ് ഓവർടേക്കാണ്. പിന്നെ സൈക്കിൾ ഓടിക്കുമ്പോഴാണ് സൈഡ് നോക്കണത്. കോലി വണ്ടി ഓടിക്കണേ പോലും ഞങ്ങളുള്ളപ്പോൾ ഇവിടെ നിയമം നോക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ വട്ടം നിന്ന് തടയും. വെറുതെ ഉടക്കാൻ നടക്കണം. എന്നോട് പണിയെടുപ്പിച്ചല്ലേ അവര്. അത് ശരി, ഇതൊരു രോഗമാണല്ലേ? വലിയ ആളാവാൻ നിക്കല്ലേ മക്കളെ. നീ പട്ടി ഷോയും കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ നോക്കണം. നിങ്ങളെ കൊണ്ടൊക്കെ ബഹുമാനിപ്പിക്കാൻ പറ്റുമെന്നേ ഞങ്ങളൊന്ന് നോക്കട്ടെ. എട മക്കളെ, ബഹുമാനം എന്ന് പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് കൊടുത്താലാണ് ആ ബഹുമാനം നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അല്ലാതെ ഇക്കാലത്ത് ഒരു പട്ടിയും ആരെയും മൈൻഡ് ചെയ്യില്ല.